ശബരിമലയിലേക്ക് പോകുമ്പോൾ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 1,00,000-ന് മുകളിലേക്ക് തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം അവിടെ ദർശനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശബരിമലയിലെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ ശബരിമലയിൽ ദർശനം നടത്തുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ചിലരെങ്കിലുമൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, ഇത്രയധികം ആളുകളൊക്കെ എത്താറുണ്ടോ എന്ന്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് ഡേറ്റകൾ സഹിതമാണ്. അതായത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നു, സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നു. അപ്പോൾ എത്ര ഭക്തർ എത്തി എന്നത് കൃത്യമായി അറിയാൻ സാധിക്കും. അവിടെ ഈ പണ്ടുള്ള ഒരു തിരക്കിലേക്ക് 1,00,000-ത്തിലേക്ക് വീണ്ടും എത്തുന്നു. ഈ സീസണിലെ ഒരു ഏറ്റവും ഉയർന്ന തിരക്ക് തന്നെയല്ലേ ഇത്? അഭിലാഷം 31-ാം തീയതിയും 1,00,000 കഴിഞ്ഞ തീർത്ഥാടകർ എത്തിയിരുന്നു. ഇന്നലെ 93,000 ആയിരുന്നു. ഇന്ന് അത് മിനിങ്ങാന്ന് 93,000 ആയിരുന്നു. ഇന്നലെ അത് വീണ്ടും 1,00,000 കടന്നിരിക്കുന്നു. 1,176 എന്നുള്ളതാണ് ഇന്നലത്തെ കണക്ക്. അതായത് ഓരോ ദിവസവും വലിയ തിരക്ക് തന്നെ തുടരുന്നു. ഇന്ന് രാവിലെയും നല്ല തിരക്കുണ്ട്. ഏതാണ്ട് 6 മണി വരെ മാത്രം 18,000 പേരെ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് കുറച്ചുകൂടി നിയന്ത്രണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പമ്പയിലടക്കം വിവിധ സെഗ്മെന്റുകളായാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഏതാണ്ട് ഓരോ സെഗ്മെന്റിലും പമ്പയിലൊക്കെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം തടഞ്ഞ് വെച്ച ശേഷം നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിപീഠത്തിലടക്കം ശബരിപീഠം വരെ നല്ല തിരക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ രാവിലെയും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണമാണ് വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത്. മലയാളികൾ പൊതുവെ ഈ ദിവസങ്ങളിൽ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തിരക്ക് തുടരുകയാണ് അഭിലാഷ. അത് ഓരോ ദിവസവും കഴിയുമ്പോഴും തുടർന്നു. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മണ്ഡല തീർത്ഥാടന കാലത്ത് മാത്രം ഏതാണ്ട് 4,00,000-ത്തിലധികം തീർത്ഥാടകർ അധികമായി എത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായും മകരവിളക്കിലും അതേ രീതിയിൽ ഒരുപക്ഷെ മണ്ഡല തീർത്ഥാടന കാലത്തെക്കാളും അപ്പുറത്തേക്ക് ഒരു തിരക്ക് കൂടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സീസൺ ആരംഭിച്ചപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്കൊക്കെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ആളുകൾ എത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ ആവർത്തിച്ച് സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞു ഒരു തീർത്ഥാടകൻ പോലും ദർശനം നടത്താതെ മടങ്ങില്ല എന്നുള്ളത്. ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ സാഹചര്യം ഇപ്പോഴെന്താണ്? നിരവധി ഭക്തർ ഒരുപക്ഷെ നേരത്തെയൊക്കെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് വരാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ, ഇനിയിപ്പോൾ പോയാൽ പ്രവേശനം ഉണ്ടാകുമോ എന്നൊക്കെ. ഇപ്പോഴും സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനമാണോ? അങ്ങനെ എത്തുന്ന എല്ലാവർക്കും ഈ തിരക്കിനിടയിലും ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും അഭിലാഷ്, സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് ഒരു സൗകര്യമായി വെച്ചിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇന്നലെയും അതായത് സാധാരണ 70,000 പേർ ഓൺലൈൻ വഴി ബുക്കിങ്ങും 10,000 സ്പോട്ട് ബുക്കിങ്ങുമാണ് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ഏതാണ്ട് അത് 26,000 കടന്നു എന്നുള്ളതാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം. 26,570 ഭക്തരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്ത് സന്നിധാനത്തെത്തിയത്. സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം എരുമേലി കാനന പാത വഴിയുള്ള ഭക്തരുടെ എണ്ണം വലിയ നിലയിൽ കൂടിയിരുന്നു. സാധാരണഗതിയിൽ ഒരു 5,000 പേരാണ് വന്നിരുന്നതെങ്കിൽ അത് 20,000 എന്ന നിലയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഈ കാനന പാത. അതുകൊണ്ടാണ് ഒരു പ്രത്യേക പാസ് നൽകുന്നതെല്ലാം നിർത്തിവെച്ചത്. കാരണം അങ്ങനെ 20,000 പേർക്ക് പാസ് നൽകിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മറ്റു പലയിടത്തും പല തർക്കങ്ങൾക്കും കാരണമാകും. അതായത് പമ്പയിൽ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് വരുന്നതെല്ലാം ഭക്തർ ഒരുമിച്ച് ചേർന്നാണ് വരുന്നത്. അപ്പോൾ അവർക്ക് മാത്രം ഒരു സൗകര്യം ഏർപ്പെടുത്തുക എളുപ്പമല്ല 20,000 പേർക്ക് എന്നുള്ളത് കൊണ്ടാണ് അതും മാറ്റിവെച്ചത്. അങ്ങനെ വലിയ ഭക്തരുടെ എണ്ണം കൂടുന്നു. അത് സ്പോട്ട് ബുക്കിങ്ങിലും കൂടുന്നുണ്ട്. അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച വാചകം പോലെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനം. ഇത്തരം സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭക്തർക്കെല്ലാം ദർശനം നൽകുന്ന ഒരു രീതി തന്നെയാണ് ഈ തീർത്ഥാടന കാലത്ത് ആകെ നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീജിത്ത്, സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം. ശ്രീജിത്തിന് പിന്നാലെ തീർത്ഥാടകർ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച. അത് ആൾക്കൂട്ടമായി, വലിയ ആൾക്കൂട്ടമായി ചെറിയ വേഗതയിൽ ദർശനത്തിനായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ ഇന്നും
നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒപ്പം ശ്രീജിത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ.